Hi everyone. IOQM 2025 ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. How many isosceles integer sided triangle are there with perimeter 23? അപ്പോൾ perimeter 23 ആയിട്ടുള്ള എത്ര integer sided isosceles triangle പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി നിങ്ങൾക്ക് സൈഡ് ബേസ് ചെയ്തിട്ടുള്ളത് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ എയും അതുപോലെ തന്നെ ബിയും സിയും ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം, ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം, അതുപോലെ തന്നെ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, ബി ആയിരിക്കണം. അതുപോലെ തന്നെ പെരിമീറ്ററിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2 എപ്പോഴും എന്തായിരിക്കണം, ബിഗർ സൈഡിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. പെരിമീറ്റർ 23 ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ട്രയാങ്കിളിന് വരാൻ കഴിയുന്ന, ഒരു സൈഡിന് വരാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 വരാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല, നമുക്ക് 11 ആണ്. ഓക്കെ, അപ്പോ ഏറ്റവും ബിഗർ സൈഡ് ആയിട്ട് 11 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാനുള്ള പോസിബിലിറ്റി 11 തന്നെ വരാൻ പറ്റും, നെക്സ്റ്റ് 1 വരാൻ പറ്റും. നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ആവശ്യമുള്ളത്. സോ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് 10 കൺസിഡർ ചെയ്യാം. 10 10 3. ഓക്കെ, നെക്സ്റ്റ് 9 കൺസിഡർ ചെയ്യാം. 9 9 5. നെക്സ്റ്റ് 8 8 7. നെക്സ്റ്റ് 7 7 9 വന്നു. ഓക്കെ, നെക്സ്റ്റ് 6 6 11. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 5 5 13 ആണ്. പക്ഷേ അത് പോസിബിൾ ആണോ? കാരണം 5 + 5 എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യണം? ആക്ച്വലി തേർഡ് സൈഡിനേക്കാളും ഗ്രേറ്റർ ആവണം. 5 + 5 10 ആണ്. അതൊരിക്കലും എന്തല്ല, 13നേക്കാളും ഗ്രേറ്റർ അല്ല. സോ അത് നമുക്ക് എന്തല്ല, പോസിബിൾ ആയിട്ട് വരുന്നില്ല. സോ 1 2 3 4 5 6 ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്.